ബാക്ക് ടു അവർ ചാനൽ ആവണി സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി ഇതാ ഒരുങ്ങിയിട്ട് ഇപ്പോൾ എവിടെ വന്നിരിക്കുന്നതല്ല ഞങ്ങളത്. അപ്പോൾ അംഗൻവാടിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊടിയുയർത്തലിൻ്റെ പരിപാടിയൊക്കെ ഇതാ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കൊടി ഉയർത്തിയിട്ടില്ല, തന്നെ അധികം വൈകാതെ നമുക്ക് കൊടിയൊക്കെ ഉയർത്തണം. അതേപോലെ തന്നെ ഇതാ ഇവിടെ നല്ല കോട തന്നെയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെ അവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ അംഗൻവാടി. അതുകൊണ്ട് തന്നെ നമ്മുടെ അവിടുത്തെ അതേ സെയിം ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ. ഇവിടെ നല്ല കോടയും കൂടെ നല്ല തണുത്ത കാറ്റും ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിട്ട് ഒരു അടിപൊളി വൈബ് തന്നെയാണ്. അപ്പം തന്നെ നമുക്ക് ഉള്ളിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ആവണിക്കുട്ടി എവിടെയാണ് വന്നിരിക്കണേ? എങ്ങനെ വന്നിരിക്കണേ? അപ്പോൾ ഏതാ ആവണിക്കുട്ടിയുടെ അംഗൻവാടി ഏതാണെന്ന് പറഞ്ഞു കൊടുത്തേ? ഏതാ പറഞ്ഞു കൊടുത്തത്? ഇതാ നമ്മുടെ ഈ ഒരു പുറകെ കാണുന്നതാണ് നമ്മുടെ അംഗൻവാടി. അപ്പോൾ ഇവിടെ ഫുള്ള് ഫ്ലവേഴ്സ് ആട്ടോ, പലതരം ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുവാട്ടോ നമ്മുടെ അംഗൻവാടിയുടെ ഫ്രണ്ടിങ്ങനെ. അപ്പോൾ എന്താ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഒരു അംഗൻവാടിയുടെ സെറ്റപ്പ് ചെയ്യലല്ലോ. ഇപ്പോൾ അംഗൻവാടിയുടെ സെറ്റപ്പൊക്കെ ടോട്ടലി ചേഞ്ച് ആയിരിക്കണം. നോക്കി ആ ഒരു വാലുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കുട്ടികളിങ്ങനെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിലുള്ളതാണല്ലേ. അങ്ങനെ എന്തായാലും കുറച്ച് നേരത്തിന് ശേഷം നമ്മളിതാ പതാക ഉയർത്താൻ വേണ്ടി പോവുകയാണേ. അങ്ങനെ ഇതാ ഇവിടെ പതാക ഉയർത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതേ നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും അതേപോലെ തന്നെ വാർഡ് മെമ്പറും ആയിട്ടുള്ള നമ്മുടെ ശ്രീലക്ഷ്മി ചേച്ചിയാണ്. ഇപ്പോൾ ഇതാ കൊടിയുയർത്തലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല കാറ്റുള്ള ഏരിയയും കൂടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഫ്ലാഗ് നന്നായിട്ട് തന്നെ ഇങ്ങനെ പറക്കുന്ന കേട്ടോ. ഒരു പൂവൊക്കെ പെട്ടെന്ന് തന്നെ താഴേക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിനുശേഷം നമ്മളിതാ ദേശീയ ഗാനമൊക്കെ ചൊല്ലുവാണ്. അപ്പോൾ കുറച്ച് പേരുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇവിടെ തന്നെ അടുത്തടുത്തുള്ള വീടുകളിലത്തെ പിള്ളേരും അതേപോലെ തന്നെ കുറച്ച് പേരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതിനുശേഷം പിന്നെ ഇതാ മിഠായി വിതരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മിഠായിയൊക്കെ കിട്ടിയിട്ട് നമ്മുടെ ആവണിക്കുട്ടി ഇതാ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവൾക്ക് കളിക്കാനൊക്കെയാലും ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ. അപ്പം ആളും നല്ല ഹാപ്പിയാണ്. പിന്നീട് ടീച്ചർ വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം പറഞ്ഞുകൊണ്ട് തന്നെ രണ്ടു വാക്ക് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നോക്കി ഒരുപാട് മാറ്റമാണ് നമ്മുടെ അംഗൻവാടിയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ വരുമ്പോൾ ഇങ്ങനെയല്ല, ഈ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടി. പിള്ളേർക്കൊക്കെ പെട്ടെന്ന് തന്നെ അട്രാക്റ്റിംഗ് ആയിട്ട് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അംഗൻവാടിയിലേക്ക് വരാൻ തോന്നുന്നു. അത്രയും നല്ല അടിപൊളിയായിട്ടോ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ. എന്തായാലും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതൊക്കെ കണ്ടിട്ട് നമ്മുടെ ആവണിക്കുട്ടി നല്ല ഹാപ്പി ആയിട്ട് ആളത് അവിടെ തന്നെ ഉണ്ടേ. പിന്നീട് ടീച്ചർ എല്ലാവരെയും സ്വാഗതം ചെയ്തതിന് ശേഷം നമ്മുടെ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള ശ്രീലക്ഷ്മി ചേച്ചി ഇതാ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെട്ട രണ്ട് വാക്ക് പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ പിന്നിൽ ഒരുപാട് വ്യക്തികളുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അതേപോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അതുപോലെ ആശാവർക്ക് നമ്മുടെ സിന്ധു ചേച്ചി, അതുപോലെ തന്നെ നമ്മുടെ അംഗൻവാടി ടീച്ചർ കൂടാതെ എത്തിയിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ 79ാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ നിറവിലല്ലേ നമ്മളെല്ലാ കൂട്ടുകാരും ഇപ്പം നിൽക്കുന്നത്. അപ്പം എന്തായാലും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അങ്ങനെതാ ആശംസകളും നന്ദി പറച്ചിലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമുക്ക് പായസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി പാൽപ്പായസമാണ്. പായസം എന്തായാലും അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി കണ്ടില്ലേതാ നല്ല ഉഷാറായിട്ട് കളിച്ചുകൊണ്ട് നടക്കുമോ. ആൾക്കോട് വന്നപ്പോൾ നല്ല ഹാപ്പിയാണ്. കളിപ്പാട്ടങ്ങളും ഒരുപാട് കളിപ്പാട്ടങ്ങളായാലും അതുപോലെ തന്നെ കളിക്കാനാണെങ്കിലും പിള്ളേരൊക്കെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ഇതാ പായസം കുടിക്കാൻ എന്താ എൻ്റെ കൂടെ ഇരുന്നിട്ടല്ല കേട്ടോ പായസം കുടിക്കുക. ചേച്ചിമാരുടെ കൂടെ ഇരുന്നിട്ട് ഇതാ നല്ല സന്തോഷത്തോടെ ഇതാ കളിച്ചുകൊണ്ട് പായസം കുടിക്കണേ. പിന്നെ അതിനുശേഷം ആളുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ ചെക്ക് ചെയ്ത് പിന്നെ നമ്മളിവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ അംഗൻവാടിയിലൊക്കെ പോയിട്ട് ആ പരിപാടിയൊക്കെ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഇപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ ആവണിക്കുട്ടിക്ക് ചെറിയൊരു ജലദോഷമുണ്ട്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും അവളുടെ ഒരു ജലദോഷം ഇപ്പോൾ ഉണ്ട് കേട്ടോ. നമ്മൾ മരുന്നൊക്കെ കൊടുക്കുന്നിരുന്നാൽ കൂടി നമ്മുടെ ക്ലൈമറ്റ് അത്രയും നല്ല അടിപൊളി ക്ലൈമറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും മാറാനും കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൂടി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും നമ്മളിതാ പൊക്കോണ്ടിരിക്കുകയാണേ. എന്ത് പറയണേ? അതേപോലെ നമുക്കിനി പോകുന്ന വഴിക്ക് ഒരു ഫംഗ്ഷനും കൂടി ഇടുന്നല്ലോ. അതുകൂടി അവിടെ കൂടി ഒന്ന് പോകാനുണ്ട്. അപ്പോൾ എന്നാലും അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇപ്പം സമയം ഏകദേശം എത്ര മണിയായിട്ടപ്പോൾ? 12 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നോക്കിയ ക്ലൈമറ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരട്ടെ. ഇവിടുത്തെ നോക്കിയതാ നേരം വെളുത്ത് വരുന്ന രീതിയിലുള്ള ഒരു ക്ലൈമറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്കാൻ ഫുള്ള് തന്നെയാണ്. കട്ടൊക്കെയാണ് കേട്ടോ കോട എല്ലാവരുടെയും. സൂപ്പർ സൂപ്പർ എന്ന് പറയുള്ളൂ നമ്മുടെ ആൾക്കാർ. കണ്ടു കേട്ടോ. നോക്കി ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്. ഫുള്ളൊരു പുകമയം തന്നെയാണ്. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് മഴയും അതേപോലെ തന്നെ നല്ല കോടയൊക്കെ ആയിട്ട് തന്നെയാണ്. നമുക്ക് വൈകിട്ടൊക്കെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുവഴിയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല പവറുള്ള ലൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പണി കിട്ടും. ആവണിക്കുട്ടി ആണെങ്കിൽ ടാറ്റ പോകുന്ന സന്തോഷത്തിലാട്ടോ ആള്. അവൾക്ക് പിന്നെ ജലദോഷം ഉണ്ട്, അങ്ങനത്തെ ഒരു പ്രശ്നം ആൾക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്കാണ് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് നമ്മളിപ്പോഴേ മുണ്ടമ്പാറ കാര വഴിയാട്ടോ നമ്മൾ പോകുന്നത് കൂളിക്കടവ്. അപ്പൊ ആദ്യം നമ്മുടെ ആവണിക്കുട്ടി ഒന്ന് കാണിച്ചാണ് നമ്മള് നമ്മുടെ ബാക്കിയുള്ള ഒരു പരിപാടി ഉണ്ട് പറഞ്ഞാലും ഗൈസ്. അപ്പോൾ ഏറ്റവും സുമതി വളവ് എന്ന് പറഞ്ഞാൽ വേറെ നമ്മുടെ ഇവിടെ വലിയൊരു വളവ് തന്നെയാണ്.
അപ്പോൾ നമ്മൾ ആ ഒരു സുമതി വളവ് മൂവി കാണാൻ വേണ്ടി പോയപ്പോൾ നമ്മൾ കാണുന്ന ഒരു വളവുകളുടെ സെയിം ടെക്സ്ചറിലാട്ടോ ഇവിടെയുള്ള ഓരോ വളവുകളും. അപ്പോൾ ഇനി നമ്മുടെ ഫസ്റ്റ് പരിപാടി നമ്മുടെ ആവണിക്കുട്ടീനെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിലേക്കുള്ള ഈ ഒരു പടികളൊക്കെ കയറിയിട്ടുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഒരുപാട് പടികൾ കയറാനുണ്ട്. അപ്പോൾ റോട്ടിൽ നിന്ന് തുടങ്ങാട്ടോ ഈ ഒരു പടികൾ. അപ്പോൾ 2 പടിയിട്ട് നമ്മളെന്തായാലും ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങനെ മേളിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി തുടക്കത്തിൽ ഒരു ആവേശമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നേരെ അമ്മ എടുക്കുന്നവർ നേരെ ചാടി കയറിയിരിക്കട്ടെ എൻ്റെ ഒക്കത്ത്. അപ്പോൾ എന്തായാലും പതുക്കെ ഞങ്ങൾ 2 കൂടി ഈ ഒരു സ്റ്റെപ്പൊക്കെ ഒന്ന് കയറി മേളിലേക്ക് എത്തട്ടെ. ഓരോ സ്റ്റെപ്പും അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ അടുത്ത് പണിതിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെപ്പ് കയറി ഇങ്ങ് മേളിലെത്താൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു കിട്ടും. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി മേളിലെത്തിയിട്ട് ഞങ്ങൾ OP ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ലൊരു കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണോ, അതേപോലെ തന്നെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഡോക്ടറെയൊക്കെ കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ കൂടി ആയതുകൊണ്ട് നമ്മുടെ ആവണിക്കുട്ടി ഇവിടുന്ന് മിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആൾ മിഠായിയൊക്കെ 2 കയ്യിൽ വെച്ചിട്ട് ഒരെണ്ണം എൻ്റെ കയ്യിൽ തന്നിരിക്കും കേട്ടോ. അത് വേറെ ഒന്നുമില്ല കേട്ടോ, ആൾക്ക് പൊളിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം പൊളിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി 2 കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ മരുന്നോട് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് ടൈമൊന്നും എടുത്തില്ല കേട്ടോ, കാരണം തിരക്കും കാര്യങ്ങളൊന്നും വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. മാത്രമല്ല നല്ല ഡോക്ടറാണ്. അപ്പോൾ ഒരുപാട് ടൈമൊക്കെ എടുത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞിട്ടാട്ടോ മരുന്നും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. പിന്നെ തിരക്കും കൂടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല ഫ്രീ ആയിട്ട് തന്നെ സംസാരിച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാനും കൂടി പറ്റും. അപ്പോൾ നോക്കി ഈ ഒരു ഭാഗത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് കണ്ടാൽ പിന്നെ ആവണിക്കുട്ടിക്ക് 2 സ്റ്റെപ്പെങ്കിലും കയറണം. അപ്പോൾ കയറിയിട്ട് ഇപ്പോൾ 2 സ്റ്റെപ്പ് അല്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കയറിയിട്ട് 3ാമത്തെ സ്റ്റെപ്പ് എത്തിയിട്ടുണ്ട്. വെള്ളയ്ക്ക് കയറാനുള്ള ഉദ്ദേശം തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഞാൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവളിങ്ങനെ സ്റ്റെപ്പ് കയറി അങ്ങ് മേളിലെത്തും. അങ്ങനെ എന്തായാലും നമ്മളിതാ മരുന്നൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചധികം മരുന്നുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവണിക്കുട്ടി ഹോമിയോയിൽ കാണിച്ചിട്ട് ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ എന്താ പറയണേ കൂടുതൽ നമ്മളല്ലാതെയാണല്ലോ കാണിക്കാറ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹോമിയോയിൽ കാണിച്ചിരിക്കുന്നത് മരുന്ന് ചില്ല് കുപ്പികളാട്ടോ, നമ്മുടെ മറ്റേ മരുന്നുകൾ പോലെയല്ല. താഴെ വീണ പൊട്ടും. കാണിച്ചു കൊടുക്കുവാണോ അവിടെ പോയിട്ട് അവരിന്ന് ആഗസ്റ്റ് വേണ്ടി ചിലപ്പോൾ ആൾക്ക് മിഠായി കൊടുത്തിരുതാ. ഒരു മിഠായി വാലിട്ടിട്ടുണ്ടായപ്പോൾ എല്ലാവർക്കും 3 പേർക്കുള്ള മിഠായി ആളെന്നെ വാങ്ങിയിരിക്കുക കേട്ടോ. പോകുന്നുണ്ടെങ്കിലേ ചേച്ചി പോവാന്ന് പറയാം. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേനും അത്യാവശ്യം വെയിലൊക്കെ ആയിട്ട് നമ്മൾ വന്നപ്പോൾ നല്ല കോടയായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കോടയൊക്കെ ഒന്ന് മാറി അന്തരീക്ഷം ഒന്ന് മൊത്തത്തിലൊന്ന് തെളിഞ്ഞിട്ടുണ്ടേ. വരും കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്കിനി പോണ വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ കാണാമെന്ന് പറയാം. കാറ്റ്. അപ്പോൾ ഇവിടേക്ക് ആയാലും നല്ല തെളിഞ്ഞൊരു ക്ലൈമറ്റ് തന്നെയാണ്. കോടാന്ന് പറയാൻ നമുക്ക് ഒരു തുള്ളി പോലും കോട നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റണം. പറയാനാണെങ്കിൽ നമ്മുടെ വീടിന്റെ ഏകദേശം അടുത്തുള്ള സ്ഥലം തന്നെയാണ് ഇതൊക്കെ. എന്തേ അവിടെ കാറ്റ് അവിടെ എന്താ മേഘമൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നത് നമ്മുടെ ആവണിക്കുട്ടിക്ക് നല്ല ഹാപ്പി ആയിട്ട് ആൾ തോണ്ടി വിളിക്കുവാണ്. ഓടി നടക്കുവാണ്. അവരുടെ ഉടുപ്പൊക്കെ ഇങ്ങനെ പറക്കുന്ന ഒരു ടൈപ്പ് ഉടുപ്പും കൂടെ കറങ്ങി കളിക്കുന്നത് കുറേ നേരം കളിച്ചിട്ടാണ് നല്ല ഹാപ്പി ആയിട്ട് അവള്. കാരണം നമ്മുടെ അവിടെ വെയിൽ കഴിച്ച് നമ്മൾ കുറേ ആയിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെയിൽ കാണുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് തന്നെ പോടും. കാരണം നമ്മൾ കോടയുടെ ഉള്ളിൽ കുറേ ദിവസമായാലും മഴയും കോടയും തണുപ്പും മാത്രം. ഇവിടെ വന്നപ്പോഴാണ് അത്യാവശ്യം നല്ലൊരു തെളിഞ്ഞൊരു ക്ലൈമറ്റ് കണ്ടത്. അപ്പോൾ തന്നെ ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് പല സ്ഥലങ്ങളിലൊക്കെ വന്ന് വിസിറ്റ് ചെയ്യാറുണ്ട്. മാത്രമല്ല ഇവിടെ നിന്ന് നാട്ടപ്പാട് കുറേ ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഒരുപാട് മലകളൊക്കെ ആയിട്ട് പിന്നെ തെളിഞ്ഞും കൂടി കിടക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റും. പിന്നെ കാറ്റാട്ടോ, കാറ്റ് നല്ല ശക്തിക്ക് തന്നെയാണ് കാറ്റ് വീശുന്നത്. നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ അറിയുണ്ടാവും. എൻ്റെ വോയിസിനെക്കാളും കൂടുതൽ ചിലപ്പോൾ കാറ്റിൻ്റെ ശക്തി ആയിരിക്കും. അപ്പം എന്താ കുറച്ച് നേരം ഇവിടെ നമ്മൾ നേരെ പോകുമായിരുന്നു. നമ്മൾ പോകുന്ന വഴി കുറച്ച് താഴേക്ക് ആയിട്ടാണ്. അപ്പോൾ അവിടെ നേരെ ഇങ്ങോട്ട് ചെറിയൊരു വഴിയാട്ടോ. അപ്പോൾ എന്തായാലും ആ വഴിക്ക് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ചിലപ്പോൾ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഓടിക്കളിക്കാൻ തരുന്ന ഒരുപാട് വിശാലമായൊരു ഗ്രൗണ്ട് തന്നെ ഉണ്ട് ഇവിടെ. ഗ്രൗണ്ട് മീൻസ് ഒരു ഇപ്പോൾ ആരുടെയെങ്കിലും സ്ഥലമാണെന്ന് നമുക്ക് അറിയാം. ഒരുപാട് പേരോട് വരാറുണ്ട്. അപ്പോൾ തന്നെ ഒരുപാട് നല്ല പ്ലെയിൻ ആയിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് ലാവിഷായിട്ട് ഇവിടെ ഇപ്പോൾ ഒരുപാട് പശുക്കളൊക്കെ കെട്ടുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തേക്ക് കയറും കുറേ പശുക്കളെയൊക്കെ മേയ്ക്കുന്ന വയസ്സായ പ്രായമായ ആളുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് കൃഷി തന്നെയാണ്. അപ്പോൾ പല ടൈപ്പ് ഓഫ് കൃഷി ഒരു ഭാഗത്തൊക്കെയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് ഒരു പ്ലേസ്. അപ്പോൾ നമ്മളിവിടെ കുറച്ചൊരു വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി എന്നുള്ളത്. അപ്പോൾ നമ്മൾ അധികം നേരം നേരെ പോവാണ്. പിന്നെ പോവാടാ ഓനെ പിന്നെ ടൈപ്പ് ചെറിയ വീഡിയോകൾ കാണുന്നത്. അപ്പോൾ നമ്മളിവിടുത്തെ ട്രൈബ്സിൻ്റെ ഒക്കെ വീഡിയോകളാട്ടോ. അപ്പോൾ എന്തായാലും അവരുടെ ഉപജീവന മാർഗ്ഗമാട്ടോ മെയിനായിട്ട് ഈ ഒരു ആട് വളർത്തൽ പശു വളർത്തൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ കുറേ ആടും പശുവൊക്കെ മെയിൻ കാണുന്നത്. അപ്പോൾ അതിന് താഴേക്ക് ഒരുപാട് കൃഷികൾ പല വെറൈറ്റി കൃഷികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതേപോലെ തെളിഞ്ഞൊരു ആകാശമൊക്കെ നമ്മൾ കുറേ
അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചതിന് ശേഷം നേരെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ളതേ നമുക്കൊന്നൊരു ഫംഗ്ഷൻ എടുത്താലോ, ഇനി നേരെ അങ്ങോട്ടേക്ക് അവിടെ പോകണം. അപ്പോൾ നോക്കി ഇവിടെ ആയാലും ക്ലൈമറ്റ് നല്ല തെളിഞ്ഞൊരു ക്ലൈമറ്റ് തന്നെയാണ്. അപ്പോൾ ആവണിക്കുട്ടി വണ്ടിയിൽ ഇരുന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എൻ്റെ അടുത്ത് ഓരോന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടികളൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുകയൊക്കെയാണ്. അപ്പോൾ വണ്ടിയിൽ നമ്മൾ പാട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ വോയിസ് ഓവർ ചെയ്യുന്നപ്പോൾ ഇനി കോപ്പി റൈറ്റ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും പാട്ടൊക്കെ കേട്ടിട്ട് ആളിങ്ങനെ പോകാൻ വേണ്ടി ആൾക്ക് നല്ല ഇഷ്ടമാണ്. നല്ല ഡാൻസ് കളിക്കലൊക്കെ ആയിരുന്നു ഇത്രയും നേരം. അപ്പോൾ ഇവിടെയൊക്കെ നോക്കി നന്നായിട്ട് തെളിഞ്ഞൊരു ക്ലൈമറ്റ് തന്നെയാണ്. നമ്മുടെ അട്ടപ്പാടി തന്നെയുള്ള പല ഏരിയാസിലും പല ക്ലൈമറ്റ് തന്നെയാണ്. അപ്പോൾ നോക്കി ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞു കിടക്കുക. അപ്പോൾ ഇത് നമ്മുടെ ശിരുവാണിപ്പുഴയാണ്. അപ്പോൾ ശിരുവാണിപ്പുഴയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് അപ്പോൾ ഈ ഒരു കാണുന്നത്. അപ്പോൾ നോക്കി ഇന്നൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് പോകാനുള്ള ഒരു വീടുള്ളത്. എന്നാലും നമ്മളിതാ നമ്മുടെ ആ ഒരു കറക്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ നമ്മൾ സൈഡാക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവനെ കിട്ടി നോക്കിയതാ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സന്തോഷത്തിൽ തുള്ളിച്ചാടി കളിക്കാൻ വേണ്ടി പോവുകയാണെ. ആ ഒരു തുള്ളിച്ചാടി കളിച്ചതാ നോക്കി ആളിതാ വരുന്നില്ല കേട്ടോ. വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ശിരുവാണിപ്പുഴയുടെ ചെറിയൊരു ഭാഗത്ത് വഴി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം കണ്ടപ്പോൾ ആളിതാ വെള്ളം നോക്കാൻ വേണ്ടി പോവാണ്. അവൾക്ക് ഇപ്പം തന്നെ വെള്ളത്തിലിറങ്ങുക, തിരിഞ്ഞ് പൊക്കോണ്ടിരിക്കട്ടെ. നമുക്ക് പോകാനുള്ള നേരെ സ്ട്രൈറ്റ് ആണ്. ആളിതാ വരുന്നില്ല കേട്ടോ. ആ ഒരു ഗ്യാപ്പിൽ കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കണ്ട അവസ്ഥയ്ക്ക് നടന്നു വരുന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല. അവിടെ നോക്കി വരാതെ ആ ഒരു ഗ്യാപ്പിൽ കൂടെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നല്ല ഹാപ്പിയാണ്. പുഴയുടെ ഒരു ഭാഗമായിട്ട് അവിടെ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നല്ല ശക്തിക്ക് നല്ല ഫോഴ്സിൽ വെള്ളം ഇങ്ങനെ നൊരിഞ്ഞ് പതയായിട്ട് ഇങ്ങനെ ഒഴുകി പോവുകയാണ്. വെള്ളം കണ്ടാൽ പിന്നെ നമ്മുടെ ആവണിക്കുട്ടി പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ അല്ലേ. വേണ്ട വേണ്ട, നമ്മുടെ ആവണിക്കുട്ടിനായിട്ട് അതാ തൂക്കി എടുത്തിരിക്കുകയാണ്. കാരണം ആ ഒരു വെള്ളത്തിന്റെ സൗണ്ട് ആൾക്ക് വരണന്നേ ഇല്ല കേട്ടോ. വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. നമ്മളിവിടെ എത്തിയിട്ട് ഇപ്പൊ കുറച്ച് ടൈം ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ടിന്റെ കൊച്ചിന്റെ മാമോദിസ പരിപാടിക്കാട്ടോ നമ്മളിപ്പോ വന്നിട്ടുള്ളത്. ഫുഡ് കഴിക്കലിന്റെ പരിപാടികളൊക്കെ ഒരു സൈഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ആവണിക്കുട്ടികളും ഇവിടെയും അവൾക്ക് ഒരുപാട് പിള്ളേരുണ്ടല്ലോ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളിത് അവരുടെ കൂടെ ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആവണിക്കുട്ടിക്ക് ഇത് അവളുടെ പ്രായത്തിന് പറ്റിയ ഒരാളെ തന്നെ കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടി കളിച്ചുകൊണ്ടിരിക്കുവാണേ. പിന്നെ തിരക്കൊക്കെ കുറച്ച് കുറഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചീനെ കണ്ടപ്പോൾ ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ അമ്മയാട്ടോ. ഇതാണ് അച്ഛൻ. അപ്പോൾ ഇവർ രണ്ടുപേരുടെ കൊച്ചിൻ്റെ മാമോദീസ പരിപാടിയാട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കേണ്ട തിരക്കിലാണ്. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ആവണിക്കുട്ടി ഓരോ വികൃതികളൊക്കെ കാണിച്ചിങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുവാണേ. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നേ. നെയ്ച്ചോറും ചിക്കനും ആയിരുന്നു കേട്ടോ. പിന്നെ സലാഡ്, അതേപോലെ തന്നെ പപ്പടം, മച്ചാര, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതാ ഞങ്ങൾ പിന്നെ നമ്മുടെ ആവണിക്കുട്ടിൻ്റെ ഇടയിൽ കൂടെ ഓരോ കുസൃതികളൊക്കെ കാണിച്ചതാ ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിമാർ ഓരോരുത്തരും അവൾക്ക് ഫുഡൊക്കെ വായിൽ ഇങ്ങനെ വാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരടുത്തും പോയിട്ട് ഇങ്ങനെ ഓരോ ഉരുളയെ കളിച്ചതാ ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണേ. അങ്ങനെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കേട്ടോ ഈ ഒരു ശിരുവാണിപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി ഇവിടേക്ക് വന്നപ്പോഴേ ഉമ്പ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയിട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആയാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ വന്നൊരു ടൈമിലൊക്കെ അത്യാവശ്യം നല്ല വെയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ കുറച്ച് വൈകിട്ടായല്ലോ. അപ്പോൾ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞതുകൊണ്ട് നമുക്കിവിടെ പിള്ളേരും കൊണ്ടൊക്കെ ആയാലും വരാനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി നല്ല ഹാപ്പി ആയിട്ട് നടന്ന് നീങ്ങുന്നുണ്ട്. കാരണം നേരത്തെ അവൾ ഉമ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നേരെ കൊണ്ടുവന്നതിൻ്റെ ഹാപ്പിയിലാണ്. ഇപ്പോൾ പതുക്കെ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് കല്ലുകളുണ്ട്. ഈ ഒരു ഉരുളം കല്ലുകളൊക്കെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ഫോഴ്സിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിച്ച് കയറുന്ന ഒരു ടൈമിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ നന്നായിട്ട് തന്നെ വെള്ളം നല്ല മഴയൊക്കെ പെയ്യുന്ന ഒരു ടൈമിൽ ഈ ഒരു മേൽഭാഗത്ത് കൂടെയൊക്കെ നല്ല ഫോഴ്സ് തന്നെയായിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ശിരുവാണിപ്പുഴയുടെ ഒരു ഭാഗം നമ്മൾ നേരത്തെ പോകുമ്പോൾ തന്നെ ഇവിടെ ഒഴുകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. നല്ല ഹാപ്പി ആയിട്ട് വെയിലൊക്കെ ഒന്ന് കാണുന്നത് നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് കൂടിയായിട്ട് ഇപ്പോൾ നമുക്ക് വന്നായിരുന്നു ചെയ്യാനൊക്കെ ആയിരുന്നു. വെള്ളമായാലും നല്ല ഒഴുക്കും അത്യാവശ്യം നല്ല ഫ്ലോയിൽ തന്നെയാണ് വെള്ളം ഒഴുകുമ്പോൾ. ഇവിടെയൊക്കെ അത്യാവശ്യം നന്നായിട്ട് നന്നായിട്ട് വെള്ളമുള്ളൊരു ടൈമിലേ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട്. എന്നാലും ഈ ഒരു ഉരുളങ്കല്ലിൻ്റെ മേളിൽ കൂടെ നടക്കാനാണെങ്കിൽ ആവണിക്കുട്ടി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുകയാണെങ്കിൽ തെക്കം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളത്തിലിറങ്ങുന്നുള്ള രീതിയിലാട്ടോ പതുക്കെ നടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു പാലത്തിൻ്റെ മേളിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ വന്നൊരു വഴിയാട്ടോ ആ ഒരു പാലം. ഇങ്ങനെ ഞങ്ങളിങ്ങനെ പതുക്കൊന്ന് വെള്ളത്തിലൊന്ന് ഇറങ്ങണം. അപ്പോൾ ഞാൻ എന്തായാലും ചെരുപ്പൊക്കെ ഒന്ന് ഊരി വെക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കണ്ട സന്തോഷത്തിൽ എന്തായാലും ആവണിട്ട് ചിലപ്പോൾ ചെരുപ്പൊന്ന് ഊരാൻ വേണ്ടി സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെ ചെരുപ്പ് കൂടെ തന്നെയാട്ടോ ഞാനിതാ വെള്ളത്തിലേക്ക് പതുക്കെ ഇറക്കാൻ വേണ്ടി വിടുന്നത്. ഒരു രക്ഷയിലാട്ടോ. നല്ല തണുപ്പിൻ്റെ വെള്ളത്തിന്. കാരണം ഇങ്ങനെ പുഴ വെള്ളം കൂടി ഉള്ളപ്പോൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ നല്ല തണുപ്പോട് കൂടി ഞങ്ങൾ പതുക്കെ ഇങ്ങനെ ഇറങ്ങുകയാണേ. അപ്പോൾ നോക്കി നല്ല ഫ്ലോയിൽ ഒഴുകുന്നതുകൊണ്ട് തന്നെ ഓളങ്ങളായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ പോകുന്നത്. അപ്പോൾ ആ ഒരു ഓളങ്ങളൊക്കെ കണ്ടിങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രസമല്ലേ.
അപ്പോൾ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഫ്രീ ആവാനും ഒക്കെ ഒരു പ്രത്യേക ഒരു രസം തന്നെയാണ്. മാത്രമല്ല ഇവിടെ നല്ല തണുത്ത കാറ്റും ചുറ്റിലും ഒരുപാട് പ്രകൃതി ഇങ്ങനെ നല്ല കനിഞ്ഞ് നല്ല അടിപൊളിയായിട്ടോ പ്രകൃതിയൊക്കെ ഇങ്ങനെ കാണുന്നത് തന്നെ. കാരണം ഒരുപാട് മരങ്ങളായാലും മലകളായാലും ഇങ്ങനെ ചുറ്റി ഒരു പുഴയുടെ 2 സൈഡിലായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അടിപൊളി വൈബ് തന്നെയാണ് കേട്ടോ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലും. കണ്ടില്ലേ നമ്മുടെ ആവണിക്കുഴിയുടെ സന്തോഷം. അത് പിന്നെ പ്രത്യേകം ഇനി പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. നോക്കി വെള്ളം ഇങ്ങനെ കൈകൊണ്ട് എടുത്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി നല്ല അടിപൊളിയായിട്ടോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളം കണ്ടാൽ പിന്നെ ആൾക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട എന്നുള്ള രീതിയിലാട്ടോ. വെള്ളം കണ്ടാലും അതേപോലെ ചാറ്റ പോകാനൊക്കെ നല്ല ഇഷ്ടമായിട്ടോ ആൾക്ക്. ഉടുപ്പൊക്കെ നനയുന്നുണ്ട് ഒരു സൈഡ്, ഉടുപ്പൊന്നും നനയുന്ന ഒരു പ്രശ്നമല്ല. നോക്കി വെള്ളത്തിൽ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ അടിച്ച് കളിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ആളുടെ ജലദോഷമൊക്കെ നല്ല മാറ്റുന്നുണ്ട്. ഇപ്പോൾ വന്നതിന് ശേഷം പിന്നെ അങ്ങനെ ജലദോഷം കാര്യങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. പൊതുവേ ഇവിടുത്തെ ക്ലൈമറ്റും അത്യാവശ്യം നല്ലൊരു വെയിലൊക്കെ ഉള്ള അതുകൊണ്ടാണ് പിന്നെ എപ്പോഴെങ്കിലും അല്ല, അതുകൊണ്ടാണ് കുറച്ചിരുന്ന് ഇറക്കിയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇനി വയ്യാത്ത കുട്ടീനെ എന്തിനാ ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറക്കുന്ന ആരും തെറ്റിദ്ധരിക്കുന്നില്ല. കാരണം നമ്മൾ എപ്പോഴും അങ്ങനെ ഇറക്കാറുന്നില്ല. പിന്നെ ഇങ്ങോട്ടൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ നല്ല ആളുടെ ഒരു സന്തോഷത്തിൽ നമ്മൾ സന്തോഷിക്കും. നമ്മൾ നന്നായിട്ട് തന്നെ കെയർ ചെയ്തിട്ട് തന്നെയാട്ടോ നമ്മളിപ്പോൾ ഇറക്കിയിട്ടുള്ളത്. അതുപോലെ ഒരുപാട് അങ്ങൊന്നും കൊണ്ട് ഇറക്കിയില്ല. കാരണം ഒത്തിരി അങ്ങോട്ട് പോകുന്നതിന് അത്യാവശ്യം നല്ല ഫോഴ്സിൽ ഒഴുകുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ഓളം ഉണ്ട്. അതുപോലെ തന്നെ അങ്ങോട്ട് പോകുന്നതിന് നല്ല ആഴം ഉണ്ട് കേട്ടോ വെള്ളത്തിൽ. അപ്പോൾ ഈ ഒരു കുറച്ച് ഭാഗത്തായിട്ട് നമ്മൾ ആളിങ്ങനെ ആളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒന്ന് കുറച്ചിരുന്ന് ഇറക്കിയതാണ്. അപ്പോൾ അധിക സമയം ഇറക്കില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഏതായാലും കയറ്റണം. കാരണം വെള്ളത്തിന് അത്യാവശ്യം നല്ല തണുപ്പും കൂടി ഉള്ളതുകൊണ്ട് എന്ത് രസമായിട്ടല്ലേ നമ്മുടെ ആവണിക്കുട്ടി ഇങ്ങനെ അതുവഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതുപോലെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പുഴയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളായാലും ഒന്ന് ഇറങ്ങി പോകുമല്ലോ അല്ലേ. നോക്കി ഇപ്പോൾ വെള്ളത്തിലിറങ്ങി കളിച്ചത് പോരായിട്ട് എൻ്റെ ചെരുപ്പൊക്കെ കൊണ്ടുപോയിട്ട് കഴുകും കേട്ടോ. അത് വെച്ച് മണലൊക്കെ കോരിക്കൊണ്ടിരിക്കുമായിരുന്നു സൈഡിൽ കൂടെ. അപ്പോൾ അതിന് ശേഷം ചെരുപ്പൊക്കെ കഴുകിക്കൊണ്ടിരിക്കട്ടെ. ചെരുപ്പ് താന്ന് പറഞ്ഞിട്ടൊന്നും തരാതെ കയ്യിൽ വെച്ചിട്ട് എന്ത് കൊണ്ടുപോയി വെള്ളത്തിൽ ഒഴുക്കി വിടുമോ എന്ന് ഇനിയിപ്പോൾ ചെരുപ്പില്ലാതെ തിരിച്ചു പോകേണ്ടി വരുമോ അറിയില്ല. അങ്ങനെ എന്തായാലും കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം വന്നതാ നമ്മുടെ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ സ്ഥിരം കടയിലാണ്. അപ്പോൾ ഏട്ടൻ പച്ചക്കറിയൊക്കെ വേണ്ടതൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ മാത്രമായിട്ടൊന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. വേറെ നല്ലതാണ് നമ്മുടെ ആവണിക്കുട്ടി നല്ല ഉറക്കത്തിലായിട്ടുണ്ട്. അപ്പോൾ കുറേ നേരം വെള്ളത്തിലും അതേപോലെ തന്നെ അവിടെ പിള്ളേരുടെ കൂടെയൊക്കെ ആയിട്ട് നല്ല കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ക്ഷീണം കാണുമല്ലോ, കുറേ നേരം ആയല്ലോ കളി തുടങ്ങിയിട്ട്. ഇപ്പോൾ നോക്കി ഒന്നും അറിയാതെ നല്ല ഉറക്കണം. അപ്പോൾ സൈഡിൽ കൂടെ നല്ല തണുത്ത കാറ്റും കൂടി വീശുമ്പോൾ ഉറങ്ങാൻ ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. അപ്പോൾ ആൾ കിടന്ന് ഉറങ്ങേണ്ടിട്ടുണ്ട്. എന്തായാലും കുറച്ച് നേരം ഉറങ്ങുണ്ടാവും. എന്നാലും അവൾ കിടന്ന് ഉറങ്ങേണ്ടിരുന്ന ഇതിലേക്ക് ആവണിന്നൊക്കെ വിളിക്കട്ടെ. എവിടെ ആളത് ഒരു മൈൻഡില്ല കേട്ടോ, നല്ല ഉറക്കത്തിലാണ്. ഇങ്ങനെ എന്തായാലും വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ കൂളിക്കടവ് നടന്ന് നീങ്ങുന്നത് ഒരു പെട്രോൾ പമ്പിനെ ലക്ഷ്യമാക്കിയാണ്. കാരണം വേറൊന്നല്ല, ഇനി വണ്ടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ കുറച്ച് പെട്രോളിൻ്റെ ഇതുണ്ട് കേട്ടോ. കാരണം പെട്രോൾ നമ്മുടെ വണ്ടിയിൽ കുറച്ച് കുറവാണ്. അപ്പോൾ ഈ ഒരു പെട്രോൾ പമ്പിലാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് എണ്ണ അടിക്കാൻ വേണ്ടി പോകാറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ പോയിട്ട് എണ്ണ അടിക്കാം. ഇടയ്ക്കൊക്കെ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്യൂ നിൽക്കട്ടോ. അത്രയും നല്ല തിരക്കായിരിക്കും. എന്തായാലും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ പെട്രോൾ അടിച്ച് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു റൂട്ടിലേക്ക് തിരിഞ്ഞതാ നമ്മുടെ വീട്ടിലെ ഏകദേശം എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി ഇപ്പോഴും നല്ല ഉറക്കത്തിൽ തന്നെയാണ്. നീച്ചിട്ടൊന്നുമില്ല. അവിടെ ചെറിയ ചെറിയ കട്ടിലൊക്കെ ചാടുമ്പോൾ ആൾ അറിയാതെ ഞെട്ടി നീക്കും. പിന്നെ അതേപോലെ തന്നെ കിടക്കുക. അപ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെ കോടയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ആ ഒരു അടുത്തെത്തുമ്പോഴത്തേന് എന്താ അവസ്ഥ എന്ന് അറിയില്ല. ഇനി നമുക്ക് നോക്കാം എന്തായാലും. കോട മാറിയെങ്കിലും വെയിലോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല തണുപ്പ് തന്നെയാണ്. ഇവിടെ എത്തിയപ്പോഴത്തേനും ആ ഒരു തണുപ്പിന്റെ എഫക്റ്റ് നമുക്ക് വണ്ടിയുടെ ഉള്ളിലിരിക്കുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. നല്ല തണുപ്പുണ്ടേ. ഇവിടെ കോടയൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ പോകുന്നതിന് അപേക്ഷിച്ചിട്ടുള്ള കോടയുടെ ആ ഒരു കട്ടി കുറച്ച് കുറവുണ്ട് കേട്ടോ. ഇപ്പോൾ കോട ചെറിയ രീതിയിലേ ഉള്ളൂ. അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് പോവുകയാണേ. എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് നമ്മുടെ ഇവിടുത്തെ സ്ഥലങ്ങളായാലും നമ്മുടെ വീഡിയോക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നമുക്കിതാ ചെറിയ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ ഡോഗ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് ഫുഡൊക്കെ കൊടുക്കാണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത്.